നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവുന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് റിവിഷനാണ്, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റിവിഷനാണ്. ചിത്രകാരിയിലെ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പങ്കുവച്ചതാണ്. പാഠഭാഗം പഠിക്കുന്ന അവസരത്തിൽ പഠന പ്രവർത്തനങ്ങളിലെ ആശയത്തിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ പ്രധാനമെന്ന് തോന്നുന്നത് കൊണ്ട് വീണ്ടും നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ച് പോവുക, അത്രേ വേണ്ടൂ. ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശത്തുലയുന്നു, നക്ഷത്രപ്പൂക്കൾ ചുറ്റും പൊഴിയുന്നു. ഈ വാക്യത്തിൻ്റെ പൊരുളെന്ത്? കുറിപ്പ് തയ്യാറാക്കുക. പിന്നെ ചിത്രകാരി എന്ന കഥയിലെ പ്രമേയം എന്താണ്? ഫിസ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് കാരണം എന്തായിരിക്കാം? ഭർത്തൃ വീട്ടുകാരുടെ മനോഭാവം, ഫിസയോടുള്ള മനോഭാവം എന്താണ്? അതുകൂടാതെ നിലവിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സാഹചര്യങ്ങളുണ്ടോ? നിങ്ങളുടെ ഒരു അഭിപ്രായം കുറിക്കാനുള്ള ചോദ്യം വരാം. പിന്നെ ഫിസയുടെ മദർ ഇൻ ലോ പറയുന്നില്ലേ, കൂട്ടത്തിൽ കൂടാൻ എന്താടോ ഓൾക്കൊരിത്, അല്ലേ? ഒരിക്കലും ഉമ്മ ചോദിച്ചു. ഓളുടെ വര ഫിസയോടുള്ള എന്ത് മനോഭാവമാണ് ഈ വാക്യത്തിൽ തെളിയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട വരി ഓർമ്മയുണ്ടല്ലോ, ദൈവം തൊട്ട കൈവിരലുകൾ. എന്താണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം? എന്താ? അനുഗ്രഹീതമായ കലാവാസന തെളിയിക്കുന്നതാണ് ആ ദൈവം തൊട്ട കൈവിരലുകൾ എന്ന നീണ്ട മനോഹരമായ വിരലുകൾ. നിശബ്ദമായ കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. ഈ വാക്യം നൽകുന്ന സൂചന എന്തായിരിക്കാം? ഇതും പ്രധാനമാണ്. വരയ്ക്കാതെ അവളൊക്കെ മറന്നു പോയിരിക്കും. വരയ്ക്കാതെ എന്ന് പറഞ്ഞാൽ എന്താണ്? വരയ്ക്കാതെ എന്നെഴുതിയാൽ വരയ്ക്കാൻ കഴിയില്ല. പക്ഷെ വരയ്ക്കാതെ എന്ന വാക്ക് വീണ്ടും ആവർത്തിച്ചതുകൊണ്ട് അവൾക്ക് വരയ്ക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല, അല്ലേ? കരഞ്ഞ് മടുത്തു എന്ന് പറയുമ്പോൾ ആ കരച്ചിലിൻ്റെ ദുഃഖത്തിൻ്റെ തീവ്രതയാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? അതേപോലെ തന്നെ തിന്ന് മടുത്തു. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആവശ്യമാണ്, പക്ഷേ ആവശ്യത്തിലേറെ ആയാൽ എന്താണ്? നമുക്ക് മടുപ്പുളവാക്കും. ചിരിച്ച് മടുത്തു എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ചിരി ഇഷ്ടമാണ്, പക്ഷേ ആ ആവർത്തന വിരസത വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ടുള്ള വിരസത കൊണ്ട് ചിരിച്ചു മടുത്തു എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? അതുപോലെ ചിത്രകാരിയിലെ ചിത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? കഥയുടെ പ്രമേയത്തെ അത് ആവിഷ്കരിക്കുന്ന എത്രത്തോളം സഹായകമാണ് എന്നുള്ള കാര്യം ചോദിക്കാം. പിന്നെ നമ്മുടെ കഥാപാത്ര നിരൂപണത്തിൽ വരുന്നതാണ്. ഫിസ കടന്നു വരുന്നുണ്ട്. ഹാഫിസിനെ പറ്റിയാവാം, ഇല്ലേ? പിന്നെ ഹാഫിസിൻ്റെ ഉപ്പ എന്താ പറഞ്ഞത്? ഓള് വരച്ചോട്ടെ, അല്ലേ? ഓളുടെ കൈ കൊണ്ടല്ലേ വരയ്ക്കുന്നത്. പിന്നെ ഫിസയോടുള്ള ആ കാഴ്ചപ്പാടിൽ, അവളുമായിട്ടുള്ള ആ സംസാരത്തിൽ, പ്രവൃത്തിയിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഭാവം എന്താ? അപകർഷതാബോധമാണ്, അല്ലേ? അയാൾ കച്ചവടക്കാരനാണ്, സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഒരു കലാകാരിയുടെ കലാവാസനെ പരിപോഷിപ്പിക്കാൻ തക്കതായിട്ടുള്ള കലാബോധം അയാൾക്കില്ല. അതുകൊണ്ട് അവളെ പുകഴ്ത്തി പറയുമ്പോഴും സുഹൃത്ത് ദൈവം തൊട്ട വിരലുകളാണ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് മാധവൻ സാർ അവളെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാളുടെ ഉള്ളിലെ ഒരു അസ്വസ്ഥതയൊക്കെയാണ് ഉളവാകുന്നത്. അതുകൊണ്ടാണ് നീ എന്താ വരച്ചു കൂട്ടണെന്ന് ചോദിക്കുന്നത്. അവളുടെ കഴിവിനെ നിസ്സാരമായി കാണുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുമാത്രമല്ല, ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഒരു പണ്ടാരവും വേണ്ട എന്നാണ് പറഞ്ഞത്, അല്ലേ? ഉപ്പയുടെ എതിർപ്പുണ്ട്, ഹാഫിസിൻ്റെ അപകർഷതാബോധമുണ്ട്. ഒരു കലാകാരി എന്ന നിലയിൽ അവൾ വളർന്നു വരുന്നതിൽ അയാൾക്ക് കുറച്ചൊക്കെ എന്താണ് ഇഷ്ടക്കേടുണ്ട്, അല്ലേ? അതാണ് അവിടെ വ്യക്തമാകുന്നത്. പിന്നെ ആദ്യം നമ്മുടെ തുടക്കത്തിൽ കല ആനന്ദമാണ്, ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയാണ്. ആ വാക്കുകൾ ആരാ പറഞ്ഞത്? രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ചോദ്യം ചോദിക്കാം. പിന്നെ അതുകൂടാതെ ചിത്രകാരി എന്ന നിലയിൽ ഫിസ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, അവൾ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നത് എന്നൊരു ചോദ്യമാവാം. പിന്നെ ഉമ്മ പറയുന്നില്ലേ, അടുപ്പത്തെ പണിയൊരു കടല ഫിസ, അത് എൻ്റെ പെയിൻ്റടി പോലല്ല എന്ന് പറയുന്നില്ലേ? എന്താ പറയുന്നത്? പെണ്ണുങ്ങളുടെ ജോലി അടുക്കളപ്പണിയാണ്, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ എന്നാണ്. അപ്പോൾ ഒരു യാഥാസ്ഥിതിക മനോഭാവമാണ് അവിടെ വ്യക്തമാകുന്നത്. പിന്നെ ഫിസ തൻ്റെ പേരിന് കൊടുത്തിരുന്ന പേരെന്താണ്? മൂടൽമഞ്ഞാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ പാഠഭാഗം എഴുതിയത് മറക്കരുതല്ലോ, ആരാ? EK ഷാഹിന, ഇല്ലേ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലാസ് ടൈമിലും അല്ലാതുള്ള നിങ്ങളുടെ ഷോർട്സിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആവർത്തനം കൊണ്ട് അത് വീണ്ടും ഞാൻ ഈ റിവിഷനിലും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ചോദ്യങ്ങളുടെ പ്രാധാന്യമാണ്. അപ്പോൾ ആവർത്തന വിരസത ഉളവാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഒന്ന് കേട്ടുപോകുക, അത്രേ വേണ്ടൂ. ചിത്രകാരിയിലെ ഏകദേശം ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. എസ്സേ, ഉപന്യാസം ചോദ്യങ്ങളും അതിൽ നിന്ന് വരാവുന്ന.
പിന്നെ ഇന്ന് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോൻ്റെ താഴെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ടിരുന്നതാണ് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് മലയാളം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അതിൽ കുറച്ച് ഈ അടിസ്ഥാന പാഠാവലിയിൽ ചോദ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പ്ലേലിസ്റ്റിലൊന്ന് കയറി നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്തെങ്കിലും സഹായകരമായ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടാതിരിക്കില്ല. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ എഴുതിയത് ആരാണ്, ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണെന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കി വെച്ചോളണം കേട്ടോ. ഉത്തരം എഴുതുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ അത് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരങ്ങൾ മികച്ചതായിട്ടുള്ള ഒരു രീതിയിൽ അത് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന പാഠഭാഗത്ത് പ്രധാനമായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളുണ്ട്. അത് നോക്കിയാലോ. പാടത്തിനുടമയെ പേടിക്കേണ്ട, ഭൂമി എല്ലാവരുടേതുമാണ്. ഇതങ്ങനെ പറഞ്ഞ ആരാണ്? പക്ഷിശാസ്ത്രകാരനാണ്. അതാ ആ കുന്നിൻ പുറം വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ പോകിൻ കൊത്തി നുണയ്ക്കൻ. ഈ വാക്കുകളിൽ തെളിയുന്ന മനോഭാവം എന്താണ്? ഇത് ആരാ പറയുന്നത്? പക്ഷിശാസ്ത്രക്കാരൻ അല്ലേ? എന്താണ് ആ വാക്കുകളിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്? എന്താ? അതാ ആ കുന്നിൻ പുറം വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ആ കിളികൾക്ക് പന്തുണ്ട്, എവിടെയുണ്ട്? ആ കുന്നിലുണ്ട് അല്ലേ? കുന്നിൻ മുകളിലേക്ക് പറന്നെത്തിയാൽ ആ പ്രതീക്ഷയോടെ നിങ്ങൾ അങ്ങോട്ട് പറക്കൂ, അവിടെ നിങ്ങൾക്ക് എല്ലാം ഉണ്ട് എന്നൊരു നിർദ്ദേശമാണ്. അപ്പോൾ പ്രതീക്ഷയും നിർദ്ദേശവും ആ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൂട്ടിനെ എനിക്കെൻ്റെ സ്വർണ്ണ ചിറക് തരൂ, നമുക്ക് പറക്കാം. ഇതാരുടെയാണ് വാക്കുകൾ? ഉടമയുടെ വാക്കുകളാണ് അല്ലേ? അവിടെയും എന്താണ്? പ്രതീക്ഷയും ആഹ്ലാദവും നിറഞ്ഞു നിൽക്കുന്നതാണ് ഉടമയുടെ വാക്കുകളിൽ നമുക്ക് പ്രകടമാകുന്നത്. ഇനി വെളുത്ത പൂക്കൾ ചുവന്നത് എങ്ങനെയാണ്? പക്ഷിശാസ്ത്രക്കാരൻ്റെ രക്തം വീണപ്പോഴാണ് വെളുത്ത പൂക്കൾ ചുമന്നത് അല്ലേ? എൻ്റെ പൊന്നും കുടങ്ങളെ ആ രക്തം കൊണ്ട് കുഴയ്ക്കേണ്ട. ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ ആ കിളികളോട് പറയുന്നതാണ്. ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം, സ്നേഹം എന്താണ്? സ്നേഹം, സഹജീവികളോടുള്ള സ്നേഹമുണ്ട്. അഹിംസയിൽ അധിഷ്ഠിതമായ അദ്ദേഹത്തിൻ്റെ ആദർശം അവിടെ നമുക്ക് തെളിഞ്ഞ് കാണാവുന്നതാണ്. എനിക്ക് ചിറകില്ലല്ലോ, ഞാൻ തന്നെ അവ അറുത്തില്ലേ. ഇതാരാ പറഞ്ഞത്? പാടത്തിനുടമയാണ് അല്ലേ? തൻ്റെ ഉടമയെക്കുറിച്ച്, സ്വാർത്ഥനായ പാടത്തിനുടമയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണിത്. വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് വയലുകളിൽ വെടിവെക്കാൻ ആളുണ്ടായിരുന്നു. അതിന് മുകളിൽ കൂടി പറന്നപ്പോൾ എൻ്റെ ചിറക് വെടിയേറ്റു. ഇവിടെ ആർക്കാണ് വെടിയേറ്റത്? കിളിക്ക് അല്ലേ? മനുഷ്യൻ്റെ ക്രൂരതയാണ്, അവൻ്റെ സ്വാർത്ഥതയാണ്. ഈ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും അവിടെ ജീവിക്കണ്ടേ അല്ലേ? അവയുടെ ആവാസ വ്യവസ്ഥയൊക്കെ ഇല്ലാതാക്കിയിട്ട് എങ്ങനെയാണ് അപകടകരമായൊരു സാഹചര്യത്തിലൂടെയാണ് ഈ മറ്റ് ജീവജാലങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നത്. അതാണ് ഈ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ സ്വാർത്ഥതയും അവൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ അവിടെ തന്നെ പ്രകടമാണ്. കാലിളകി കൂട് പൊളിയുക, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? കടലിന് മുകളിൽ കൂട് വെച്ചാൽ ഉണ്ടാകാവുന്ന ആ ഒരു അപകടത്തെ ഇവിടെ വാച്യാർത്ഥമായിട്ടാണ് നമുക്ക് അവതരിപ്പിക്കുന്നത്. അതിലപ്പുറം ഇൻഡയറക്റ്റ്ലായിട്ട് വ്യംഗ്യാർത്ഥമായിട്ട് എന്താ ഇവിടെ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ അവിചാരിതമായുണ്ടാകുന്ന പ്രതിസന്ധികൾ, നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാക്കാം? പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നതാണ്. അപ്പോൾ കടലിന് മുകളിൽ കൊണ്ടേ കൂട് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപകടം തന്നെയല്ലേ? അതേപോലെ തന്നെ പെട്ടെന്നാണ് ആ കൂട് പൊളിഞ്ഞു വീഴും. അതേപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ മറ്റു പല പ്രതിസന്ധികളും കടന്നു വരാം. അവസാനമില്ല ഇങ്ങനെ വിലപിക്കുന്ന ആരാണ്? പക്ഷിശാസ്ത്രക്കാരനാണല്ലേ? ഇവിടെ ലോകത്തിൻ്റെ തന്നെ ദുഃഖത്തെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ളൊരു കാഴ്ചപ്പാടാണ് വ്യക്തമാക്കുന്നത്. തനിക്ക് മാത്രമല്ല, ഈ ലോകത്തിൽ എല്ലാവർക്കും ദുഃഖത്തിന് കാരണമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഇല്ലേ? ഇത് മാത്രമല്ല, ഞാൻ വിഗ്രഹാർത്ഥം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഷോർട്സിൽ കുറച്ച് ചോദ്യങ്ങൾ ഇട്ടിരുന്നു. അതുപോലെ അർത്ഥം പ്രതിപാദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇട്ടിരുന്നു. അതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. വെറുതെ ഒന്ന് കേട്ടു പോവുക. അത് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഉപകരിച്ചാൽ അത്രയും നന്ന്. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ചിത്രകാരിയിൽ ഹാഫിസിൻ്റെ സുഹൃത്ത് അയാളോട് പറയുന്നില്ലേ, അവളുടെ കൈവിരലുകൾ കണ്ടിട്ടുണ്ടോ നീ അല്ലേ? ഇതിലൂടെ സൂചിപ്പിക്കുന്ന എന്താ? ഫിസയുടെ ചിത്രരചനയിലുള്ള അസാമാന്യ പാഠമാണ്. ഒരു കലാകാരി എന്ന നിലയിൽ അവൾക്ക് കിട്ടിയ അംഗീകാരവും മൂല്യമൊന്നും ഒക്കെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് സുഹൃത്ത് ഇപ്രകാരം ചോദിക്കുന്നത്. ആ മനോഹരമായ കൈവിരലുകൾ എന്നല്ല, ദൈവം തൊട്ട കൈവിരലുകൾ എന്നാണ് പറയുന്നത്. ദൈവം തൊട്ട കൈവിരൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുഗ്രഹീതമായ കലാശേഷിയുള്ള കൈകളെന്ന്. സത്യത്തിൽ ഫിസയുടെ സർഗവാസന ഹാഫിസിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സുഹൃത്ത് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇത് ഹാഫിസിൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുമോ? അയാളിൽ അപകർഷതാബോധം ഉളവാക്കി എന്ന് വേണം പറയാൻ അല്ലേ? ഇയാൾ എന്താ പറയുന്നത്? ദൈവം തൊട്ട കൈവിരലുകൾ എന്ന അഭിപ്രായം എൻ്റേതല്ല. ഇത് സുഹൃത്ത് പറയുകയാണ്, വേണ്ടി എടുത്ത് പറയുകയാണ്. ധാര പറഞ്ഞത്
ഒരിക്കൽ ആർട്ടിസ്റ്റ് മാധവൻ സാർ ഞങ്ങളുടെ ചിത്രങ്ങൾ കാണാൻ വന്നപ്പോൾ പറഞ്ഞതാണ്. ഫിസിയെക്കുറിച്ചുള്ള ആ സുഹൃത്തിൻ്റെ വർണ്ണന ഹാഫിസിൽ ഉണർത്തിയത് എന്താണ്? അസ്വസ്ഥതയാണ്, അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അപകർഷതാബോധം കൊണ്ട് അയാൾ അവിടെ തരിച്ചു നിന്ന ഒരു സമയമാണ്. കൂടാതെ ദൈവമേ, ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരൻ്റെ മൂക്കുകയറിൽ, അതായത് കച്ചവടക്കാരൻ്റെ നിയന്ത്രണത്തിൽ എന്ന പരിഹാസ വാക്കുകളിലൂടെ ആ സുഹൃത്ത് സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ? ഫിസിയെ പോലുള്ള അസാമാന്യ പാഠമുള്ള ചിത്രകാരി ചെന്നുപെട്ടത് കലയെ സ്നേഹിക്കാത്ത ഒരു കച്ചവടക്കാരൻ്റെ ഭാര്യയായിട്ടാണ്. അങ്ങനെ ഒതുങ്ങി കഴിയേണ്ടി വന്നുവല്ലോ എന്നാണ് സുഹൃത്ത് പറയുന്നത്. അപ്പോൾ ആ ഭർത്താവിൻ്റെ മൂക്കേറിൽ ഒതുങ്ങേണ്ടി വരുന്ന ആ ഒരു സാമൂഹികമായ കാഴ്ചപ്പാടിനെ അവിടെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയാണ് സുഹൃത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരം, ആ കച്ചവടക്കാരൻ്റെ മൂക്കേറിലാണല്ലോ എന്ന പരിഹാസ വാക്കുകൾ.